ആദ്യഘട്ടത്തിൽ നമ്മൾ പങ്കുവച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആലോചനയിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുകയാണ്. അതായത് ഈ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ ദൗത്യസംഘങ്ങൾ തിരികെ കയറുകയാണ്. അതായത് ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ബുൾഡോസർ ഉയർത്തുന്നതിൻ്റെ ഭാഗമായ കയർ ബന്ധിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷം അവർ തിരികെ കയറുകയാണ്. അതായത് മുഴുവൻ ഇത് മൂടി ഇരിക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്. അതിനാൽ തന്നെ കയർ ബന്ധിച്ച് ഈ ബുൾഡോസർ നീക്കുന്നതിന് പരുവത്തിനുള്ള സജ്ജീകരണങ്ങൾ മാത്രമാണ് താൽക്കാലികമായി ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇനി വലിയ ക്രെയിൻ സ്ഥലത്തേക്ക് എത്തിക്കും. അങ്ങനെ ക്രെയിൻ വഴി ഈ ബുൾഡോസറുമായി കയർ വഴിയുള്ള ബന്ധമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉയർത്തുക എന്നത് ശ്രമകരമാണ്. അത് കൂടുതൽ അപകടത്തിലേക്ക് വരും. ഒരുപക്ഷെ ക്രെയിൻ തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നേരിയ തോതിൽ ഇരു വാഹനങ്ങളും തമ്മിൽ, അതായത് അപകടത്തിൽപ്പെട്ട ബുൾഡോസറും അതോടൊപ്പം തന്നെ ക്രെയിനും തമ്മിൽ കയർ വഴി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ നേരിയ തോതിൽ അനക്കി കൊടുത്തുകൊണ്ട് മുകൾ വശത്ത് അവശേഷിക്കുന്ന പാറയുടെ കഷ്ണങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ പതിയെ ഉയർത്തുന്നു. ഉയർത്തുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ കുടുങ്ങിക്കിടക്കുന്ന ആൾ അതിനകത്തുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ആ രീതിയിലും സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ബുൾഡോസർ വലിച്ച് താഴേക്കിടുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന മറ്റൊരു മാർഗമായി ഈ സംഘാംഗങ്ങൾ പങ്കുവെക്കുന്ന വിവരം. ചുരുക്കത്തിൽ ദൗത്യം എന്നുള്ളത് ചെറിയ രീതിയിലുള്ള സങ്കീർണതയല്ല ഒരുക്കിയിട്ടുള്ളത്, വലിയ സങ്കീർണത തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യന്ത്രസാമഗ്രികൾക്ക് അപകടമുണ്ടായാലും അത് വലിയ നാശനഷ്ടങ്ങൾക്കും ഒരുപക്ഷെ ആൾനാശത്തിനുമൊക്കെ തന്നെ ഇടവരാൻ സാധ്യതയുണ്ട്. എന്നതിനാൽ തന്നെ എന്തായാലും ഇതിനുള്ളിൽ കിടക്കുന്ന ആൾക്ക് ജീവനില്ല എന്നുള്ളത് ഉറപ്പിച്ച ഘട്ടത്തിലാണ് അത്തരത്തിലൊരു വഴിയിലേക്ക് ആലോചനകൾ മാറുന്നത്. ചുരുക്കത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ പങ്കുവച്ച വിവരത്തിൽ നിന്നും അല്പം മാറിയുള്ള ഒരു പ്ലാനിലേക്ക് സംഘാംഗങ്ങൾ മാറിയിരിക്കുന്നു. ഈ അപകടത്തിൽപ്പെട്ട ബുൾഡോസർ ഉയർത്തുക എന്നുള്ളത് ഏറെ ശ്രമകരവും അപകടവും പിടിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കയർ ഈ NDRF സംഘവും ദൗത്യസംഘം മുകളിലേക്ക് കയറുകയാണല്ലോ അഭിലാല്. അപ്പൊ ഇനി ഈ നിലവിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് ഒന്ന് അനക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും അല്ലേ? അതെ, നേരിയ തീയതിൽ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ക്രെയിൻ എന്നുള്ളത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളതായിരുന്നു. അതിൻ്റെ ശേഷിയും കുറവാണ്. അതിനാൽ തന്നെയാണ് 30 ടൺ ശേഷിയുള്ള മറ്റൊരു ക്രെയിൻ എത്തിക്കുക എന്നുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ഈ എത്തുന്ന ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. നിലവിൽ കയർ കൊണ്ട് ഏത് തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട ബുൾഡോസറിനെ ബന്ധിപ്പിക്കാൻ കഴിയും, അതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ മാത്രം ഒരുക്കിക്കൊണ്ട് സംഘാംഗങ്ങൾ തിരികെ കയറിയിരിക്കുകയാണ്. മറ്റൊരു ആലോചന എന്നുള്ളത് പുതുതായി എത്തിക്കുന്ന ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ഈ ദൗത്യം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപും ചെറിയ നിലയിൽ മുകളിൽ നിന്നും പാറയുടെ ചെറിയ കഷ്ണങ്ങൾ അടർന്നു വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടം ഏറ്റവും അടുത്തുണ്ട് എന്ന നിശ്ചയത്തിൽ തന്നെയാണ് ദൗത്യം ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് ഇനി വരാൻ പോകുന്ന മണിക്കൂറിൽ ഉണ്ടാവുക. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇനി ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട ബുൾഡോസറെ ബന്ധിപ്പിക്കുന്നു. അങ്ങനെ നേരിയ തോതിൽ അനക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള ചെറിയ പാറ കഷ്ണങ്ങൾ സ്വാഭാവികമായും താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുകളിൽ നിന്നും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കണ്ടെത്തപ്പെടുന്ന പക്ഷം ശരീരം അവിടെ നിന്നും നീക്കം ചെയ്യുന്നു. പിന്നീട് അപകടത്തിൽപ്പെട്ട ബുൾഡോസർ താഴേക്ക് വലിച്ചിടുന്നു. ഇതാണ് നിലവിലെ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ദൗത്യത്തിൻ്റെ രീതി ഇങ്ങനെയായിരിക്കും.